بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. നമ്മളൊത്തുകൂടിയത് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഉത്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അങ്ങോട്ടടിക്കണായിരുന്നു. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പരിശുദ്ധമായ ഓർമ്മ ദിനത്തിലാണ് റബീഉൽ ആഖിറിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ മഹാനാണ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകളെ പറ്റി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർ, ഔലിയാക്കൾ തന്നെ വിലയിരുത്തുന്നത്, മഹാനായ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പറയുന്നത്, ലം അറ അഹദൻ യുഅല്ലം മിൻ അജ്ലിദ്ദീനി അക്സറ മിൻഹു. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട ഏറ്റവും വലിയ മഹാനാണ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ എന്ന്. അതുപോലെ ധാരാളം കറാമത്തുകൾ ഈ മഹാനിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരാളെയും ഞാൻ കേട്ടിട്ടില്ല എന്ന്. ലം അസ്മഉ അഹദൻ യുഹ്കാ അൻഹു മിനൽ കറാമാതി അക്സറ മിമ്മാ യുഹ്കാ അനി ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഒരു മഹാനിൽ നിന്നും ഇത്ര കണ്ട് കറാമത്തുകളും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അത്രയും വലിയ ഒരു ആളായി മാറി ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അത്രത്തോളം ആത്മീയ ജീവിതം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഈ മഹാൻ ഉന്നതമായ ഈ പദവി എത്തിയത് അദ്ദേഹത്തിന്റെ വിനയം കൊണ്ടാണ്, റബ്ബിന്റെ മുന്നിലുള്ള വിനയം കൊണ്ടാണ്. മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട്, മാ വസൽതു ഇലല്ലാഹി ബിഖിയാമിൽ ലൈലി വലാ സിയാം. ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങളോ ഞാൻ നിർവഹിച്ച നോമ്പുകളോ ആണ് എന്നെ അവിടെ എത്തിച്ചത് എന്ന് ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെയോ വലാകിൻ വസൽതു ഇലല്ലാഹി ബിൽ കറമി വത്തവാളുഇ വസ്സലാമത്തി സ്വദിരി. ആരോടും എൻ്റെ മനസ്സിൽ ഒരിക്കലും വിദ്വേഷം ഉണ്ടാവാറില്ല. എൻ്റെ ജീവിതം വിനയമാണ്. മറ്റുള്ളവരുടെ ഇടയിൽ എൻ്റെ വ്യക്തിത്വത്തിന്റെ നിലവാരത്തെ ഞാൻ നിലനിർത്തുന്നു. തുടങ്ങുന്ന സാധാരണക്കാരൻ ചിന്തിക്കുന്ന ഒരു ലെവലിൽ നിന്നും ഞാൻ ചിന്തിക്കുന്നു എന്നെപ്പറ്റി. അതിനപ്പുറത്തേക്ക് അള്ളാന്റെ ഔദാര്യം കൊണ്ടല്ലാതെ ഈ പദവിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെന്ന് ശൈഖ് ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുന്നതായും അവിടുത്തെ സീറകൾ ഉദ്ധരിക്കുന്ന കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആത്മീയമായ ഒരു ശക്തി, നമ്മുടെ ഈമാനിന് ബലം കിട്ടുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നാവാൻ പറ്റുക. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെയാ ജീവിച്ചത്. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഇബാദത്തുകൾ ചിട്ടയോടുകൂടെ നിലനിർത്തി പോകുന്ന. ഒരു ദിവസം ഒരു ഖത്മുൽ ഖുർആൻ തീർക്കുമായിരുന്നു. മഹാനവറുകൾ അത് പതിവായി ചെയ്യുമായിരുന്നു. ആ പതിവ് മഹാനവറുകൾ നിലനിർത്തി പോന്നു. അതിനുവേണ്ട എല്ലാ ത്യാഗങ്ങളിലും മഹാനവറുകൾ ഏർപ്പെട്ടു എന്നതാണ്. എത്രയോ റക്അത്തുകൾ നിസ്കരിക്കുമായിരുന്നു, അത് പതിവായി ചെയ്തു പോന്നു. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നിരന്തരം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ളുഹർ കഴിഞ്ഞ സമയത്ത് അത് നിലനിർത്തി പോന്നു. അങ്ങനെ ആത്മാവിന് ശക്തി കൊടുത്ത് ആത്മീയമായ ഒരു ശക്തി കൈവരിച്ച് ഇബാദത്തുകൾ നിറഞ്ഞു നിന്ന ഒരു ജീവിതം. അത്ര ഒന്നും ആയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഇബാദത്ത് കൊണ്ട് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന ഒരു ചിന്തയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച ഈ താരതമ്യത്തിലൂടെ കൊണ്ടുപോകുന്നത്.
അള്ളാഹു നമുക്ക് ഇൽമിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുഷിച്ച ചിന്തകളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കി പരിശുദ്ധമാക്കി ജീവിക്കുമ്പോഴാ ശൈഖ് അവറുകളൊക്കെ ജീവിച്ച പോലെ ആവാൻ കഴിയും. ദുഷിച്ച ചിന്തകൾ ഒരിക്കലും മനസ്സിൽ പാടില്ല, അത് ഏത് നിലക്കാണെങ്കിലും. അങ്ങനെ ഹൃദയത്തെ നന്നാക്കി ജീവിക്കുന്ന ആള് കുറച്ച് അമൽ ചെയ്താലും അത് ഫലിക്കും. ഒരു മരുന്ന് ഫലിക്കാൻ എന്തെല്ലാം പഥ്യം വേണ്ടി വരുമെന്ന് ആ വൈദ്യൻ പറയുന്നുവോ ഡോക്ടർ പറയുന്നുവോ അത് മുഴുവൻ പാലിച്ചാൽ ആ മരുന്ന് കൊണ്ട് ഗുണമുള്ളൂ. ഇബാദത്ത് എന്നത് ഹൃദയത്തിന്റെ മരുന്നാണ്. അത് ഫലം കാണണമെങ്കിൽ അതിന് നിർദ്ദേശിക്കപ്പെട്ടതായ സമയത്ത് കൃത്യമായി തന്നെ അതിന്റെ അളവിൽ ചെയ്യണം. അതിലൊന്നും വിട്ടുപോവാൻ പാടില്ല. 5 വഖത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെത് ആ 5 വഖത്ത് നിർബന്ധം. അതിന് നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. ആ സമയത്ത് തന്നെ അതിന്റെ ആദ്യ അവസരത്തിൽ ചെയ്യണമെന്നതാണ്. അതിനോട് അനുബന്ധമായി ചെയ്യേണ്ടതും അതിനോടനുബന്ധമായി ചെയ്യാൻ പാടില്ലാത്തതും. ഒരു നിസ്കാരമുള്ള മനുഷ്യനല്ല അയാൾ അങ്ങനെ ചെയ്യൂലല്ലോ എന്ന് പറയാറുണ്ടായിരുന്നു പണ്ട്. ഒരു നിസ്കാരമുള്ളവനിൽ ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു തർബിയത്തുണ്ട്. അത് ഇന്ന് കാണപ്പെടുന്നില്ല എന്നാണ് അതിന്റെ ചുരുക്കം. യർമൂക്ക് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളോട് പരാജയപ്പെട്ട അന്താക്കിയയിലെ ഹിർക്കൽ രാജാവ് റോമൻ കമാൻഡർമാരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ അവർക്ക് കിട്ടുന്ന ഒരു മറുപടി, ഖദിമ മുൻഹസിമി റൂം അലാ ഹിർഖൽ ഫദഅ ഉലമാഅ റൂം വഖാല വൈഹുക്കും അഖ്ബിറൂനി അലൈസൽ അറബു ബശ്റം മിസ്ലക്കും. ഹിർഖൽ രാജാവ് റോമൻ കമാൻഡർമാരോട് ചോദിക്കാണ്, തോറ്റ് പരാജയപ്പെട്ടു വന്നപ്പോ ചോദിക്കാണ്, വൈഹുക്കും അഖ്ബിറൂനി അലൈസൽ അറബു ബശ്റം മിൻകും, എന്നോട് പറയാ നിങ്ങൾക്ക് എന്ത് നഷ്ടം, എന്ത് നാശം, കഷ്ടാണല്ലോ നിങ്ങളുടെ കാര്യം. അറബികളോട് തോറ്റിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കാം. ഇന്നത്തെ ഇറ്റലിയിലെ അന്താക്കിയ നാട്ടിൽ ഹിർക്കൽ രാജാവിന്റെ പട്ടാളം മഹാന്മാരായ സ്വഹാബികളോട് പരാജയപ്പെട്ടു വന്നതിനെ പറ്റി രാജാവ് ചോദിക്കാം, നിങ്ങൾക്ക് നാശം, കഷ്ടാണ് നിങ്ങളുടെ കാര്യം. എന്തിനായി അറബികളുടെ അടുത്ത് പോയി തോറ്റു വന്നിരിക്കുന്നത്? അലൈസൽ അറബു ബശ്റം മിസ്ലക്കും, അറബികൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാർ തന്നെയല്ലേ, എന്നിട്ട് അവിടെ പോയി തോറ്റിട്ട് വന്നിരിക്കാം. അവര് പറഞ്ഞു, ബല, അതെ ഞങ്ങളെപ്പോലുള്ളവര് തന്നെയാണവര്. അപ്പൊ രാജാവ് പിന്നെയും ചോദിച്ചു കമാൻഡർമാരോട്, അൻതും അക്സറു അംഹും, സംഘബലത്തിൽ ആളെണ്ണത്തിൽ കൂടുതൽ നിങ്ങളാണോ അതോ അവരാണോ? ഇവിടുന്ന് പോയ സൈന്യത്തിന്റെ എണ്ണമാണോ കൂടുതൽ അതോ അറബികളുടെ സൈന്യത്തിന്റെ എണ്ണമാണോ കൂടുതൽ? ഖാലൂ നഹ്നു, ഞങ്ങളാണ് അംഗസംഖ്യ കൂടുതൽ, ആൾ എണ്ണം കൂടുതൽ ഞങ്ങളായിരുന്നു. എന്നിട്ട് എന്താ, ഫമാ ബാലുക്കും തൻഹസിമൂൻ, നിങ്ങൾ തോറ്റ് തിരിഞ്ഞു ഓടേണ്ട വന്നല്ലോ, എന്താണ് എന്ന് ഹിർക്കൽ രാജാവ് അവരോട് ചോദിക്കാണ്. ഫസക്കത്തു, ഒരാളും മിണ്ടുന്നില്ലേ, ഉത്തരവില്ല. ഫമാ ബാലുക്കും തൻഹസിമൂൻ ഫസക്കത്തു ഫഖാല ശൈഖും മിൻഹും അന ഉഖ്ബിറുക. അപ്പൊ ആ സൈനികരിൽ ഒരു വൃദ്ധനായ ആളുണ്ടായിരുന്നു. ഈ തിരിഞ്ഞു ഓടി തോറ്റോടി വന്നവരിൽ ഒരു വൃദ്ധനായ ആളുണ്ടായിരുന്നു. അയാൾ നല്ല കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്. അയാൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാൻ പറയാം എന്താ നമ്മൾ തോക്കാനുണ്ടായ കാര്യം എന്താന്ന് സത്യസന്ധമായിട്ട് ഞാൻ പറയാം. അപ്പൊ രാജാവ് പറഞ്ഞു, അതാ നീ പറയേ, എന്താണ് ഈ സൈന്യം പരാജയപ്പെട്ട അറബികളാകുന്ന സ്വഹാബികളോട് പരാജയപ്പെട്ട് ഇവിടെ വരാനുള്ള കാരണം എന്താ? അപ്പോൾ ആ വൃദ്ധൻ പറയാൻ തുടങ്ങി, ഇദാ ഹമൽനാ അലൈഹിം സബറു വഇദാ ഹുമിലു അലൈനാ സദഖു. നമ്മൾ നമ്മുടെ ശത്രുക്കളായ മുസ്ലിമീങ്ങളുടെ നേരെ പീഡനങ്ങളുമായി ചെല്ലുമ്പോൾ ക്ഷമിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അവർ പരസ്പരം നമുക്കെതിരെ കൈകോർക്കുന്ന സമയത്ത് അവർക്കിടയിൽ വിള്ളലില്ല. അവർ ഒറ്റക്കെട്ടായിരുന്നു, ഒരേ അഭിപ്രായവും ഒരേ ചിന്തയുമായിരുന്നു. അവരുടെ വിശ്വാസത്തിൽ അവർ സത്യസന്ധരായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കാറില്ല, പാര വെക്കാറില്ല. അതായിരുന്നു അവരുടെ പ്രത്യേകത. പിന്നെയും പറഞ്ഞു, നമ്മൾ പരാജയപ്പെടുത്തുമെന്ന് ഉറപ്പിച്ചു പോയ ഇത്രയും വലിയ സൈന്യം ഏതൊരു മുസ്ലിം പക്ഷത്തോടാണ് തോറ്റുവന്നത്? ആ മുസ്ലിം പക്ഷത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, അവർ പകല് നോമ്പ് നിരന്തരം സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നവരായിരുന്നു.
അതോടൊപ്പം തന്നെ രാത്രികളിൽ അവർ ഹയാത്താക്കി നിസ്കരിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. വയൂഫൂന ബിൽ അഹദ്, വാക്ക് പറഞ്ഞ് പാലിക്കുന്നവരും, വയഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ലത് ചെയ്യാൻ എല്ലാരോടും പറയുന്നവരും, സ്വന്തം ജീവിതത്തിൽ അത് ചെയ്തു കാണിക്കുകയും, വയൻഹൗന അനിൽ മുൻകർ, തിന്മകളിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കുന്നവരും, വലാ യളിമൂന അഹദൻ, ഒരാളെയും അനധികൃതമായി ആക്രമിക്കാത്തവരും, വയതനാസഫൂന ബൈനഹും, അവർക്കിടയിൽ വലിയ പാരസ്പര്യ ബോധം വളർത്തുന്നവരും ഒക്കെയായിരുന്നു. എന്നാലോ നമ്മളോ ഈ പരാജയപ്പെട്ടു വന്ന ഹിർക്കൽ രാജാവിന്റെ സൈനികരാകുന്ന ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളതുപോലെ ആയിരുന്നില്ല. മിൻ അജ്ലി അന്നാ നശ്റബുൽ ഖംറ വനസ്നി, ഞങ്ങൾ കള്ളുകുടിക്കുന്നവരും വ്യഭിചരിക്കുന്നവരാ ഞങ്ങൾ ഈ സൈന്യം. അതുപോലെ തന്നെ വനഉമുറു ബിമാ യുസ്ഖിതുല്ലാഹ്, ദൈവകോപം ഇറങ്ങുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു മടിയില്ലാത്തവരാ ഞങ്ങൾ. അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്തത് ഞങ്ങൾ യഥേഷ്ടം ചെയ്യുന്നവരുമായിരുന്നു. ഒരു മുസ്ലിം അല്ലാത്ത ആള് ധർമ്മവും അധർമ്മവും വിവരിച്ച് കാണിക്കുന്നിടത്ത് ധർമ്മത്തിന്റെ സംഘം ചെറുതായിട്ടും അവർ വിജയിച്ചതിന്റെ കാര്യം അവരുടെ ആത്മാവിന് കിട്ടിയ ഈമാന്റെ ഒരു കരുത്തായിരുന്നു. അതായത് സ്വഹാബികളെ പറ്റിയാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഫലസ്തീനും അങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് വലിയ ആവേശം, ഒരു വലിയ പ്രേരണ, ശക്തി, ഒരു കരുത്ത്. ഭക്ഷണം കഴിച്ചതിന്റെ അല്ല, പട്ടിണിയാ. ഇത്ര ദിവസമായി ഒരു കുഞ്ഞൊക്കെ 3 നേരം ഭക്ഷണം പോയിട്ട് 1 നേരമൊക്കെ കഴിച്ചത്. എന്നാലും അവർക്ക് തളർച്ചയില്ല. അവർ തകർന്നടിയ ഓരോരുത്തരും ഇപ്പോഴാണോ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണോ ഞാൻ മരിക്കുക എന്നത് ആലോചിക്കുക, അല്ലാതെ കാലാകാലം ജീവിക്കുന്നില്ല. മരണധാരണ അവരുടെ മുന്നിലുണ്ട്. പക്ഷേ അവരുടെ ഹൃദയത്തിന് കിട്ടിയതായ ഒരു കരുത്ത് അമല് കൊണ്ടാണ്. അമല് കൊണ്ടൊരു കരുത്ത് ഹൃദയത്തിന് കിട്ടുമെന്നാണ് ഈ സംഭവം പറയുന്നത്. അമല് കൊണ്ട് പകലിലെ നോമ്പും രാത്രിയിലെ നിസ്കാരം കൊണ്ടും ഹിർക്കൽ രാജാവിന്റെ പടയെ തുരുത്തി ഓടിക്കാൻ മുസ്ലിം പക്ഷത്തിന് കഴിഞ്ഞ് എന്ന് പറഞ്ഞത് അമല് കൊണ്ടാണ്. അമല് കൊണ്ട് നമുക്ക് കഴിയുന്നില്ല എന്നത് ഒരു വലിയ ധർമ്മസങ്കടമാണ്. അമല് ചെല്ലേണ്ടോടത്തേക്ക് ചെല്ലുന്നില്ല. ഒരു മനുഷ്യന്റെ നിസ്കാരം ആ മനുഷ്യനിൽ എത്രമാത്രം ഇടപെടുന്നു എന്നുള്ളത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഭയങ്കര ശക്തിയാണ് ഒരു നിസ്കാരത്തിനുള്ളത്. നിസ്കരിച്ചാൽ മതി എന്നാ പറഞ്ഞത്, ശത്രുവിനെ ഓടിക്കാൻ. നബിയെ അങ്ങ് നിസ്കരിച്ചോളൂ, ഞാൻ നോക്കിക്കോളാം അവനെ. ആരെ? ഷാമിലെ കച്ചവടം കഴിഞ്ഞ ആ വർഷം വലിയ ലാഭം ഉണ്ടായി. ആ കച്ചവടത്തിൽ വലിയ ലാഭ. ഈ ലാഭം കിട്ടിയ പണം ഒരു വലിയ പതക്ക വാങ്ങി അതിനൊരു നൂല്, ഒരു ചരട് കോർത്ത് കഴുത്തിലങ്ങിട്ടു, വലിയ സ്വർണത്തിന്റെ പതക്ക. എന്നിട്ട് തന്റെ കുപ്പായത്തിന്റെ ഷർട്ടിന്റെ ബട്ടൺ മുഴുവൻ അഴിച്ചിട്ടിട്ട് രോമാവൃതമായ നെഞ്ചകത്തിൽ തിളക്കമാർന്ന പതക്ക തത്തിക്കളിക്കുന്നു. അതിനുവേണ്ടി ആടി ഉലഞ്ഞു നടക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കുണുങ്ങി നടക്കുന്ന ഒട്ടകത്തിന്റെ മുകളിൽ കയറി. എന്നിട്ട് അബൂജഹലും മുന്നിൽ നടന്നു. കച്ചവട സംഘം മക്കയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ അവന്റെ നെഞ്ചിൽ കിടന്ന് തത്തിക്കളിക്കുന്ന പതക്കയെ ചൂണ്ടിട്ട് പറഞ്ഞു, ആർക്കായത് വേണ്ടത്? ആർക്കായത് വേണ്ടത്? വേണ്ടവർ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പരാജയപ്പെടുത്തിയിട്ട് വാ, സമ്മാനമായിട്ട് ഞാൻ ഇത് തരാന്നാ പറഞ്ഞത്. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, അവന്റെ തലമുടിയുടെ കെട്ടിന് ഞാൻ അങ്ങ് പിടിക്കും നബിയെ. അവന്റെ തലമുടിയുടെ കെട്ടിന് ഞാൻ അങ്ങ് പിടിക്കും. എന്നിട്ട് അവനെ നരകത്തിലേക്ക് ഞാൻ വലിച്ചെറിയും. വസ്ജുദ് വഖ്തരിബ്, അങ്ങ് സുജൂദ് വർദ്ധിപ്പിച്ചാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. അങ്ങ് നിസ്കരിച്ചാൽ മതി, അവനെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെയല്ല ഇഖ്റ ബിസ്മി അവസാനിക്കുന്നത്. വസ്ജുദ് വഖ്തരിബ്, അങ്ങ് സുജൂദ് വർദ്ധിപ്പിച്ച അവനെ ഞാൻ നോക്കിക്കോളാം. ഈ രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിസ്കാരം കൊണ്ട് ശക്തി കിട്ടും എന്നാ പറഞ്ഞത്. നിസ്കാരം വലിയൊരു ശക്തിയുള്ള അമല, പക്ഷെ കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നില്ല. ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പോലെയുള്ള ഖദ്ദസല്ലാഹു അസ്റാറഹു മഹത്തുക്കളും നിസ്കാരം കൊണ്ട് ശക്തി പ്രാപിച്ചവരാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയൊക്കെ ചെയ്തിട്ടും അതുകൊണ്ടൊരു ഗുണം കിട്ടുന്നില്ല എന്നൊരവസ്ഥ വരാൻ പാടില്ലല്ലോ. നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ സുന്നത്ത് നിസ്കാരങ്ങൾ യഥേഷ്ടം ഉണ്ടാവണം. കാരണമില്ലാതെ ഫർള് ഖളാ ആയിട്ടുണ്ടെങ്കിൽ അതിനെ മുന്തിച്ച് ഖളാ വീട്ടണം. നമുക്ക് ഓർമ്മയൊന്നുമില്ല എപ്പോഴാ ഖളായത്, എന്താ ഒരു കണക്കൂല അതിനെപ്പറ്റി. എന്നാൽ അത് ഫർള് നിസ്കാരങ്ങളുടെ കൂടെ അങ്ങനെ ഖളാ വീട്ടി പോവാ. അപ്പൊ സുന്നത്ത് പാടെ ഉപേക്ഷിക്കുകയും ചെയ്യരുത്. കാരണമില്ലാതെ ഖളാ ആയതിനെ ഖളാ വീട്ടിയേ പറ്റൂ, അല്ലാത്തതും ഖളാ വീട്ടണം.
ഒരു പാർക്കലിന് പോയി, ഒരു വീട് പാർക്കലിന് പോയി, ഒരു കല്യാണത്തിന് പോയി, വെറുതെ കളാക്കി 3 ദിവസം. പാടില്ല അങ്ങനെ. നിന്റെ മലമൂത്ര വിസർജന, ഭക്ഷണം കഴിക്കൽ, അത്യാവശ്യമാകുന്ന ഉറക്കം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മുഴുവൻ ടൈമും അത് കളാ വിട്ടാൻ ആദ്യം തന്നെ മാറ്റിവെക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്. എന്നാൽ എപ്പോഴൊക്കെയോ പോയി ഒരു ഓർമ്മയുണ്ട് കളായിട്ടുണ്ടാവുമെന്ന്, ചെറുപ്പത്തിലൊക്കെ ആയിരിക്കും, അതൊക്കെ ഇങ്ങനെ കുറേശ്ശെ കളാ വീട്ടുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഫർദ് നിസ്കരിക്കുന്നതിന്റെ കൂടെ ആ നിസ്കാരത്തിന്റെ മുമ്പ് സമയമുണ്ട് അത് അങ്ങോട്ട് കളാ വീട്ടിക്കൊണ്ടിരിക്കുക. അസ്ർ കഴിഞ്ഞും സുബഹി കഴിഞ്ഞും കളാ വീട്ടാതിരിക്കുക. അതൊക്കെ മുമ്പ് കളാ വീട്ടാനുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്ത് അതനുസരിച്ച് കളാ വീട്ടിക്കൊണ്ടിരിക്കുക. ഇഷ മഗ്രിബിന്റെ ഇടയിൽ മഗ്രിബ് മുതൽ ഇഷ വരെയുള്ള ടൈം പരമാവധി നിസ്കാരം കൊണ്ട് തന്നെ നിലനിൽക്കാൻ നോക്കാം. ഏറ്റവും അഫ്ളല് ആ സമയത്ത് നിസ്കാരം കൊണ്ട് ഹയാത്താക്കല. ഇഷ മഗ്രിബിന്റെ ഇടയിൽ പരമാവധി നിസ്കാരം. അതുകൊണ്ടാണ് അവ്വാബി നിസ്കാരമൊക്കെ ഇഷ മഗ്രിബിന്റെ ഇടയിൽ വലിയ സുന്നത്തായി വന്നിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അല്ലാത്ത സമയങ്ങളിലൊക്കെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പരമാവധി ചെയ്യാം. ഫർദ് ഖളാ ഉണ്ടാവാം, അതും അതിന്റെ കൂടെ അങ്ങനെ ഖളാ വീട്ടിക്കൊണ്ടിരിക്കാം. തീരെ സുന്നത്തുകൾ ഒഴിവാക്കി പോകാൻ പാടില്ല. ഫർദ് ഖളാ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, ഫർദ് ഖളാ ഉണ്ടെങ്കിൽ അത് കാരണം ഇല്ലാതെ ഖളാ ആയി എന്ന് നമുക്ക് ഉറപ്പുള്ള ആ ഫർദുകളെ വേഗം ഖളാ വീട്ടിക്കൊള്ളണം. അത് കഴിഞ്ഞിട്ടേ ജോലിക്കും പണിക്കും പോകാൻ പാടുള്ളൂ. അത്ര നിർബന്ധം. എന്നാ എപ്പോഴാ പോയത് എന്താണെന്നൊന്നും വലിയ ഓർമ്മയും കഥയൊന്നുമില്ല അതിനെപ്പറ്റി. എന്നാ അത് ഫർദിന്റെ കൂടെ അങ്ങനെ കുറേശ്ശെ ഖളാ വീട്ടി പോവാം. ഈ രീതിയിലൊക്കെ നിസ്കാരവുമായി ബന്ധപ്പെടാം. അള്ളാഹു കാരുണ്യവാനല്ല, അള്ളാഹു പുറത്തു തരട്ടെ. നിസ്കാരം അങ്ങനെ വലിയ അമലാണ്, വലിയ ശക്തിയെ കൊടുക്കാം. നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല വലിയ കാവല തരാം. അമല് കൊണ്ടൊരു ശക്തി നമ്മുടെ ഖൽബിന് കൊടുക്കാൻ കഴിയണം. അമല് കൊണ്ടൊരു ശക്തി ഖൽബിന് കൊടുക്കാൻ കഴിയണമെങ്കിൽ ഈ അമല് ചെയ്യുന്നത് അള്ളാഹ് സ്വീകരിക്കണോലോ. അപ്പൊ ആ അമല് ബാത്തിലാവുന്ന ഒന്നും എന്റെ വായോണ്ട് പറയാനും പാടില്ല. ആ അമല് ബാത്തിലാവുന്ന ഒന്നും ഞാൻ ചെയ്യാനും പാടില്ല. ഞാൻ ഇന്ന് സുബഹി നിസ്കരിച്ച് ഈ പാട് മുഴുവൻ കഴിച്ചിട്ട് അത് വെറുതെ വേസ്റ്റ് ആവാൻ പാടില്ല. അവിടെ ചെല്ലുമ്പോ അവിടെ പ്ലെയിൻ ഷീറ്റായിട്ട് കാണും. ഞാൻ നിസ്കരിച്ചു ഒന്നതിൽ കാണുന്നില്ല. എന്തേ? അതിന് പറ്റാത്തത് ഞാൻ ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ ഖൽബ് നന്നാവാൻ വേണ്ടി ഞാൻ ചെയ്ത ആ നിസ്കാരത്തെ ഉപകാരപ്പെടണമെന്ന നെയ്യത്തില് മറ്റുള്ള പ്രവർത്തനങ്ങൾ ആലോചിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം ബുഖാരി ഇവിടുത്തെ സ്വഹീഹിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. നമ്മുടെ നിസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിന്റെ ശക്തി എന്താണെന്നറിയോ? ഹബീബ് പറയുന്നു, ഫൈദാ ജലസ അഹദുകും ഫിസ്സലാത്തി ഫൽയഖുൽ അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ്. അങ്ങനെ അങ്ങ് പോന്നു അത്തഹിയ്യാത്ത് ഓതിപ്പോരുന്ന വാക്കുകൾ. ഒരാള് അവന്റെ അത്തഹിയ്യാത്തില് നിസ്കാരത്തിന്റെ വേളയിൽ അത്തഹിയ്യാത്തിലിരിക്കുമ്പോ അത്തഹിയ്യാത്ത് ചൊല്ലി വരുമ്പോൾ അവൻ പറയുന്നുണ്ട്, വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ, അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ അവന്റെ എല്ലാ അടിമകൾക്കും സ്വാലിഹീങ്ങൾക്കും എനിക്കും കുടുംബത്തിനും ഒക്കെ ഉണ്ടാവട്ടെ. ഒരു ദുആയത് നിസ്കാരം തുടങ്ങി തീരുന്നവരെ ദുആയാണ്. നിസ്കാരത്തിന് അറബിയിൽ പറയും അസ്വല, അസ്വല നിസ്കാരം. ഇപ്പോഴും ഗൾഫ് സമ്പർക്കം ധാരാളമുള്ള ആളുകൾ ഇപ്പോഴും പറയും സ്വല സ്വല എന്നാ പറയും. അല്ലെ സ്വല സ്വല. ഇപ്പൊ കുറച്ചും ഒരാൾ എന്നോട് ചോദിച്ചു, സ്വല കഴിഞ്ഞിട്ട് നമുക്ക് പോവാം, ഞാൻ വേഗം വണ്ടിയായിട്ട് വരാം. സ്വല കഴിഞ്ഞിട്ട് ഒരു മയ്യത്തെടുക്കാൻ പോവാൻ ഉണ്ടായിരുന്നു, വേഗം പോണം. സ്വല കഴിയുമ്പോഴേക്ക് ഞാൻ എത്തി. എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്ത് സ്വല കഴിയുമ്പോഴേക്കും. മനസ്സിലായില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. വേഗം എത്തിക്കോളാന്ന് പറഞ്ഞപ്പോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ സ്വല കഴിയുമ്പോഴേക്കും ഞങ്ങൾ എത്തി. രണ്ടാമത് എനിക്ക് മനസ്സിലായി സ്വല എന്ന് പറയും. സ്വല എന്ന് പറഞ്ഞ അദ്ദുആ, നിസ്കാരം എന്ന വാക്കിന്റെ അർത്ഥം പോലും ദുആയാണ്. തുടക്കത്തിന്റെ ദുആ ഏതാ? തുടക്കത്തിന്റെ ദുആ, തുടക്കത്തിന്റെ ദുആ വജ്ഹതു വജ്ഹിയ ലില്ലദീ വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറ السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين. തുടക്കത്തിന്റെ ദുആ. വജ്ഹത്തിന് മുമ്പ് അഊദു ബിസ്മിയും ഓതുന്നവർ ആരെങ്കിലും ഉണ്ടോ? പാടില്ല. വജ്ഹത്തിന് മുമ്പ് അഊദു ബിസ്മിയും ഇല്ല. എന്തുകൊണ്ട്? തുടക്കത്തിന്റെ ദുആ എന്ന് പറയുന്നത് ഏതാണ്? വജ്ഹത്താണ്. ഇഫ്തിതാഹിന്റെ ദുആയാണ്. ദുആ ഉൽ ഇഫ്തിതാഹ് എന്നാണത്
ഇത്രയും കൂടി പറയാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ടാണ് നമ്മളത് വജ്ജഹത്ത് വജ്ജഹത്ത് എന്ന് പറയുന്നത്. ശരിക്കും അതിന്റെ പേരെന്താണ്? ദുആഉൽ ഇഫ്തിതാഹ്. ഇഫ്തിതാഹിന്റെ ദുആ എന്ന് പറഞ്ഞ തുടക്കത്തിൽ തന്നെ വേണ്ട ദുആയാണത്. ആ ദുആ തുടങ്ങുന്നതിന് മുമ്പ് വേറെ ദുആ വന്ന ഈ ദുആ തുടക്കത്തിന്റെ ദുആ അല്ല. വജ്ജഹത്തിന് മുമ്പ് അഊദും ബിസ്മി ഓതി കഴിഞ്ഞാൽ ഈ അഊദ് മാത്രമല്ല ബിസ്മി മാത്രം എന്തെങ്കിലും ഓതിപ്പോയാൽ പിന്നെ വജ്ജഹത്തിന്റെ ചാൻസ് പോയിന്ന, പിന്നെ വജ്ജഹത്ത് ഇല്ല, പിന്നെ വജ്ജഹത്ത് കൊണ്ട് ഗുണമില്ല. അതുകൊണ്ട് വജ്ജഹത്തിന്റെ മുമ്പ് എന്താ പാടില്ല? അഊദും ബിസ്മിയും, അഊദോ അല്ലെങ്കിൽ ബിസ്മിയോ. അഊദും ബിസ്മിയും കൂടിയിട്ടും തന്നെയല്ല, ഇനി ബിസ്മി മാത്രം ഓതിയാലും പറ്റൂല. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ആകാശത്തെയും ഭൂമിയൊക്കെ പടച്ച അല്ലാഹുവേ, നിന്റെ മുന്നിൽ എൻ്റെ എല്ലാം ഞാൻ ഏൽപ്പിക്കാം. എൻ്റെ നിസ്കാരം, എൻ്റെ സർവ്വ അമലുകളും വമഹ്യായ വമമാതി ലില്ലാഹി, എൻ്റെ ജീവിതവും മരണവും ഒക്കെ റബ്ബുൽ ആലമീനായ തമ്പുരാൻ, ലാ ശരീക ല, അവനാരും പങ്കുകാരില്ല. വബിദാലിക, ഈ പറഞ്ഞ തത്വമാണ് ഉമിർത്തു, എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏതിന്? ഇല്ല, പാടില്ല എന്നല്ലേ പറഞ്ഞ. വജ്ജഹത്തിന്റെ മുമ്പ് അഊദു ബിസ്മിയും അഊദു അലി ബിസ്മിയോ ഒന്നും പാടില്ല. ശേഷം പിന്നെ ഫാത്തിഹ ഓതന്റെ ബിസ്മി വേണ്ടേ? പിന്നെ ഫാത്തിഹയിലേക്ക് കയറാണ്. ഈ നിസ്കാരം അവസാനിക്കുന്ന എങ്ങനെയാ? അല്ലാഹുമ്മ ഗ്ഫിർ ലിമാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിർ. എന്തൊരു ദുആയാണിത്! അല്ലാഹുവേ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. മാ ഖദ്ദംതു വമാ അഖർതു, ഞാൻ ചെയ്തേ പോയി ഒരുപാട് മുമ്പ്. വരാനുള്ള കാലങ്ങളിൽ ഞാൻ ഇനി ചെയ്യാനത്ര ഉണ്ടാവും. എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഇനിയും തെറ്റു ചെയ്യൂ അല്ലാ. ഇതൊക്കെ ചൊല്ലി തീർത്ത അവസാനം ദജ്ജാലിനെ തൊട്ട് കാവലും തേടി സലാം വീട്ടിട്ട് പിന്നെയും പറയണം എന്താ? സലാം വീട്ടി കഴിഞ്ഞ ഉടനെ 3 വട്ടം പറയണം എന്ത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പറയാതെ തിരിയാൻ പാടില്ല, പറയാതെ വേറെ. എന്തുകൊണ്ട്? ഈ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് ഈ മനുഷ്യന് കൊടുക്കുന്ന വലിയ നേട്ടം. നിസ്കാരത്തിലെ കുറവുകൾ പരിഹരിച്ചു പോകും. നിസ്കാരം ഖൽബ് ടു ഖൽബാണ്. നിർബന്ധാണെന്നല്ല, നിർബന്ധമായും ഓതിയേ പറ്റൂ എന്നാണ്. നിർബന്ധാണെന്നല്ല, നമ്മളത് ഓതണം. നമ്മുടെ നിസ്കാരം കബൂലാവലാണ്. നിസ്കാരം കബൂലാവണം. നിസ്കാരത്തിൽ വീഴ്ചകളുണ്ട്, അത് അല്ലാഹ് പൊറുക്കാനാ. അസ്തഗ്ഫിറുല്ലാഹ്. നിസ്കാരത്തെ കുറിച്ച് ഹബീബ് പറഞ്ഞത്, നിസ്കാരം എന്നാൽ മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജ് എന്ന് ഖാല റസൂലുള്ളാഹി. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ എന്താ? മിഅ്റാജ് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോവല. മിഅ്റാജ് ഹബീബായ നബി തങ്ങൾ സ്വർഗം കണ്ടതാണ്. നിസ്കാരം എന്നതൊരു മനുഷ്യനെ സംബന്ധിച്ച് മിഅ്റാജിന്റെ അനുഭവമാണ്. മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ പാടാറുണ്ട്, അദ്ദേഹത്തിന്റെ നിസ്കാരം ഒരു മിഅ്റാജിന്റെ അനുഭവമായിരുന്നു എന്ന്. മിഅ്റാജ് കിസി ഹാസിൽ സദദോ മേ കൈഫിയത്ത്. മിഅ്റാജിന്റെ ഒരു അനുഭവം എന്റെ സുജൂദിൽ എനിക്ക് കിട്ടാറുണ്ട്. മിഅ്റാജിന്റെ അനുഭവം എന്റെ സുജൂദിൽ എനിക്ക് കിട്ടാറുണ്ട്. മിഅ്റാജിന്റെ അനുഭവം ഇക്കെന്താ പറഞ്ഞേ? മനസ്സിലായില്ല. പാട്ടുണ്ടെന്ന് പറഞ്ഞേ. ലാസ്റ്റ് പറയാതൊക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും മൈക്കിന്റെ മുമ്പിൽ ഇരിക്കല്ലേ, ഇൻഷാ അല്ലാഹ്. മിഅ്റാജിന്റെ അനുഭവം എന്റെ സുജൂദിൽ കിട്ടുന്നു. എന്താ മിഅ്റാജിന്റെ അനുഭവം? ഒരിക്കൽ പരിശുദ്ധ മദീനയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഒരു നിസ്കാരത്തിന്റെ നേരം കൈ മുന്നോട്ട് നീട്ടി പെട്ടെന്ന് മടക്കി. സ്വഹാബത്ത് ശ്രദ്ധിച്ചു. എന്നിട്ട് ഹബീബിനോട് ചോദിച്ചു, നിസ്കാരം കഴിഞ്ഞപ്പോൾ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് കത്തനാവൽത ശൈഅ, എന്തോ പിടിക്കാൻ വേണ്ടി കൈ നീട്ടിയ പോലെ നിസ്കാരത്തിൽ കണ്ടല്ലോ. അത് വല്ലാതെ
കൈ ഇങ്ങനെ ചെറുതായിട്ടല്ല, അതെന്തോ പിടിക്കാൻ പോകും പോലെ ശക്തമായ രീതിയിൽ. എന്റെ നിസ്കാരത്തിന്റെ വേളയിൽ ഞാൻ സ്വർഗം അനുഭവിച്ചു സഹാബ. സയ്യിദുനാ റസൂലുള്ളാഹി എന്റെ നിസ്കാരത്തിന്റെ വേളയിൽ ഞാൻ സ്വർഗം അനുഭവിച്ചു സഹാബ. അതുകൊണ്ട് നിസ്കാരത്തിൽ സ്വർഗത്തിന്റെ മുന്തിരി കുല ഞാൻ കണ്ടപ്പോൾ അത് പിടിക്കാൻ വേണ്ടി കൈ പോയതാ. ആ മുന്തിരിക്കൊല പിടിക്കാൻ ഞാൻ കൈ പോകുമ്പോ എന്റെ മനസ്സെവിടെയാ? നിസ്കാരത്തിൽ അങ്ങോട്ട് ലയിച്ച്. മുന്തിരിക്കുലയിലെ ഒരു ഭാഗം ഈ ഭൂമിയിൽ അന്ന് വീതം ചെയ്താൽ, ഓഹരി വെച്ചാൽ ഭൂമിയിലുള്ളവരുടെ വിശപ്പടങ്ങും. അത്രയും സമൃദ്ധമായ മുന്തിരിക്കൊല. എന്റെ നിസ്കാരം എന്നെ സ്വർഗത്തിലെത്തിച്ചു. നിസ്കാരം കൊണ്ട് സ്വർഗം കിട്ടണം. നിസ്കാരം സ്വർഗത്തിന്റെ ആസ്വാദന. അത്ര വലിയ അനുഭവ. സ്വർഗം എന്ന് പറഞ്ഞ പിന്നെ എല്ലാം മറക്കൂന്നാണല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ തറച്ച അമ്പിന്റെ കുത്തിയെടുക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു. മഹാനവറുകൾക്ക് ഒരു അനിസ്റ്റേഷ്യ വേണം. പച്ച ശരീരത്തിൽ കത്തി വെച്ചിട്ട് മുറിച്ചിട്ട് എടുക്കണം ഈ അമ്പിന്റെ കുറ്റി. പല നിലക്ക് ശ്രമിച്ചു, നടന്നില്ല. അവസാനം മഹാൻ തന്നെ പറഞ്ഞു, ഞാൻ സുജൂദി കിടക്കുമ്പോ മുറിച്ചോ, ഞാൻ അറിയൂല. ഇത് പലർക്കും കിട്ടാറുണ്ടേ. ഈ നിസ്കാരം ഒരു മനുഷ്യന് കൊടുക്കുന്ന കാവല്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒരു മനുഷ്യൻ അങ്ങനെ നിസ്കാരക്കാരനായ ഒരു മനുഷ്യൻ ഒരു നാട്ടിലുണ്ട് എങ്കിൽ ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവർക്കും ഈ നിസ്കാരം കൊണ്ട് ഗുണമുണ്ടേ. ആരുടെ നിസ്കാരം? ഒരു നല്ല നിസ്കാരത്തിന്റെ ഗുണം. അതായത് നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ തന്നെ ഇപ്പൊ പറഞ്ഞത്. ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ നല്ലതുണ്ടെങ്കിൽ അത് മതി, എല്ലാവരുടെയും സ്വീകരിക്കാൻ അത് ഒരെണ്ണം മതി. അല്ലാഹു കബൂലാക്കട്ടെ. ഒരു നല്ല മനുഷ്യന്റെ നിസ്കാരം അതിലുണ്ടെങ്കിൽ മതി. നിസ്കാരത്തിൽ കുറവ് വരും. എന്താ കുറവ്? ഹൃദയം പോകുന്നു എങ്ങോട്ടൊക്കെ. ആ പോകല് തടയാൻ നമ്മളെ കൊണ്ട് ഒരു പരിധി വരെ കഴിയൂല. അങ്ങനെ കഴിയാതെ വരുമ്പോ അതിന്റെ ഒരു പരിഹാരമാണ് നിസ്കാരത്തിൽ മറ്റു ചിന്തകൾ വന്നു പോയാൽ അതിനൊരു പരിധി വരെ പരിഹരിക്കുമെന്ന് പറയപ്പെടുന്ന ഒരു ദിക്റാണ് ശേഷം 3 അസ്തഗ്ഫിറുല്ലാഹ്. അതിന് അങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അല്ല, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ശരിക്കും മനസ്സിൽ തട്ടി തന്നെ പറയേണ്ട ദിക്റാണത്. കാരണം ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം ചെയ്തിട്ട് അള്ളാഹുവോട് ചോദിക്കുന്നു, പടച്ചവനെ പുറത്തു തരണേന്ന്. അതെങ്ങനെ പുറത്തു തരല് മാത്രമല്ല കേട്ടോ, അസ്തഗ്ഫിറുല്ലാഹ്. ഈ ഭൂമിയിൽ സൃഷ്ടിയായ നമുക്ക് സൃഷ്ടാവായ തമ്പുരാൻ തരാനുള്ള എല്ലാത്തിനും അസ്തഗ്ഫിറുല്ലാഹ് മദീന. മഴ കിട്ടാതെ വന്നപ്പോ മഴ കിട്ടാൻ വേണ്ടി എന്ത് ചൊല്ലണമെന്ന് ചോദിച്ചപ്പോ അസ്തഗ്ഫിറുല്ലാഹ്. കുട്ടികളില്ല, കല്യാണം കഴിഞ്ഞ് എന്താ ചൊല്ലേണ്ടത് ചോദിച്ചു വന്നപ്പോഴും അപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ്. എന്ത് ചോദിച്ചു വന്നാലും അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കാൻ. ഇമാം റാസി സൂറത്ത് നൂഹിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഈ സംഭവം കുറിക്കുന്നുണ്ട്. എല്ലാത്തിനും അസ്തഗ്ഫിറുല്ലാഹ് മതി. 40 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് 40 കൊല്ലം കുഞ്ഞ് ജനിച്ചിട്ടില്ല. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ആർക്കും അള്ളാന്റെ പരീക്ഷണമായിരുന്നു. 40 കൊല്ലമായി. ഈ കഴിഞ്ഞ 40 കൊല്ലം ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നാട്ടിൽ. ഈ 40 കൊല്ലമായിട്ട് മുമ്പ് കല്യാണം കഴിഞ്ഞ ആർക്കും കുട്ടികളുണ്ടായിട്ടില്ല. പരിഹാരം ചോദിച്ചപ്പോ അന്ന് നൂഹ് നബി പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് ചൊല്ലിക്കോ. വലിയ പവറാ. അത് എപ്പോഴേലും അല്ല, പോണ വഴിക്കല്ല ചൊല്ലിയത്. അത് 3 എണ്ണം മതി. ആ 3 എണ്ണം തന്നെ 3 എണ്ണം ആവണം. ആ 3 എണ്ണം നല്ല കനത്തിൽ ചൊല്ലണം. എങ്ങനെയാ കനം? കനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കടിച്ച പൊട്ടാത്ത രീതിയിൽ പറയല്ല, അങ്ങ് മനസ്സിലേക്ക് കൊണ്ടുവരണം. പഠിച്ചവനെ അതങ്ങോട്ട് മനസ്സിലേക്ക് കേറുമ്പോ തന്നെ കണ്ണങ്ങോട്ട് നനയും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നിസ്കാരത്തിന്റെ സമയത്ത് അള്ളാന്റെ ഹബീബിനെ വധിക്കാൻ 3 വട്ടം ശ്രമിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം മണ്ണിട്ട് മൂടി, ഒരു പ്രാവശ്യം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തില് കല്ല് കൊണ്ടുവന്നിടാൻ ശ്രമിച്ചു.
വലിയൊരു കല്ല് തല ഇങ്ങനെ നിലത്ത് വെച്ചു കൊടുത്തിരിക്കല്ലേ, അപ്പൊ കൊണ്ടുവന്ന് അങ്ങ് ഇടാൻ നല്ല സുഖ. അതാ സൂറത്ത് യാസീന്റെ തുടക്കത്തിൽ പറയുന്ന ഭാഗം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ ലഖദ് ഹഖൽ ഖൗലു അലാ കഫരിഹിം ഫഹും ലാ യുഅ്മിനൂൻ ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലാ ഫഹിയ ഇലൽ അദ്ഖാൻ. ഈ കല്ല് കൊണ്ട് വന്നവനിങ്ങനെ കൈ പൊക്കുമല്ലോ. കല്ലായിട്ട് വന്നവനിങ്ങനെ കൈ പൊക്കി പിടിച്ചിട്ടല്ല കല്ല് താഴേക്കിട, അല്ലാതെ എങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. കല്ല് പൊക്കിയിട്ടിട. അങ്ങനെ പൊക്കൽ ഇങ്ങനെ കൈ രണ്ടിങ്ങനെ കോണിക്കും. കോണിച്ചിട്ട് ഇങ്ങനെ കഴുത്തിലേക്ക് വെക്കും. എന്നിട്ട് ചങ്ങല കൊണ്ട് അങ്ങോട്ട് കെട്ടും. ആ കെട്ട് അങ്ങനെ അവന് നാളെ വിലങ്ങ് വെക്കാ. അവരുടെ കഴുത്തിലേക്ക് കൈ വെച്ചുകൊണ്ട് കെട്ടി അങ്ങനെ വിലങ്ങ് വെച്ചാൽ നാളെ അവന് നരകത്തിലേക്ക് കൊണ്ടുവരാന്ന് പറയാണ് സൂറത്ത് യാസീന്റെ തുടക്കം. ഫി അഅനാഖിഹിം അഗ്ലാല ഫഹിയൽ അദ്ഖാന ഫഹും മുഖ്മഹൂൻ. അത് വലീദ് ഇബ്നു മുഗീറയും അബൂജഹലും പിന്നെ പേരറിയാത്ത ഒരു മല്ലനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാണ് ഇമാം സാവി രേഖപ്പെടുത്തുന്നു. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ലഹരി മുത്തുനബിക്കുണ്ടായിരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ ഒരു അധ്യായമുണ്ട് ഖുറൈശികളിൽ നിന്നും അനുഭവിച്ച പീഡനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ കാണുന്നുണ്ട് ഒട്ടകത്തിന്റെ കിൻഡിൽ കണക്ക് ഭാരം വരുന്ന ചീഞ്ഞെളിഞ്ഞ കുടൽമാലകൾ. അതങ്ങനെ പെരടിയിൽ വെച്ച പെരടി കൊണ്ട് ഒടിയും. കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ സീറ്റിലോ നമ്മൾ ചാരി ഇരിക്കുന്നതിന്റെ തൊട്ടു മുകളിൽ ഒരു സാധനം ഉണ്ട്. എന്താ? ഹെഡ് റെസ്റ്റിന്റെ ഒരു ഭാഗമുണ്ട് അല്ലേ? അതില്ലാത്ത ഏതെങ്കിലും കാറ് കണ്ടിട്ടുണ്ട് പഴയ കാലത്ത്? അംബാസഡർ അല്ലാതെ അല്ലെങ്കിൽ പഴയ ജീപ്പ് അല്ലാതെ. അതാ വാഹനം നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായ രീതിയിൽ നിർമ്മിച്ചതാണ്. അതിന് പറയപ്പെട്ടിട്ടുള്ള ഒരു ഘടന, അതിന്റെ ഒരു നിർബന്ധിത ഘടനയാണ് ആ സാധനം ബാക്കിൽ വേണമെന്നുള്ളത്. ഏതാ? എന്തുകൊണ്ട്? വല്ല സഡൻ ബ്രേക്കോ വല്ല ആക്സിഡന്റോ ഉണ്ടായാൽ കഴുത്തിങ്ങനെ ഒടിയും. ആ ബാക്കിലേക്ക് രണ്ട് പ്രാവശ്യം ഒന്നും അങ്ങോട്ട് ആടി ഒലഞ്ഞു കഴിഞ്ഞാൽ കഴുത്തങ്ങ് ഒടിഞ്ഞു പോകും. അത് ഒടിഞ്ഞു പോവാതെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ആക്സിഡന്റിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സാധനം, ഈ ഹെഡ് റെസ്റ്റ് ഉള്ളത്. ഒരു മനുഷ്യന്റെ കഴുത്ത് എത്രയും വേഗത്തിൽ ആ മനുഷ്യനെ കൊന്നുകളയാൻ പറ്റും. മനുഷ്യൻ തന്നെയല്ല, ഏത് ജീവിയുടെയും കഴുത്ത് വേഗത്തിൽ അതിന്റെ ജീവൻ അവസാനിപ്പിക്കാൻ പറ്റിയ ഒരു ഇട. അറക്കണ എവിടെയാ? കഴുത്തിലല്ലേ? അറവ് കഴുത്തില. ആത്മഹത്യ ചെയ്യാൻ ആള് കയറിട്ടിട്ട് കൈയല്ല കെട്ടി തൂക്കിയത്, കഴുത്ത് തന്നെയാ. ഒരാള് കഴുത്ത് ഞെരിച്ചു വേഗത്തിൽ നടക്കും. അത്ര ദുർബലമായ ഭാഗമാണ് കഴുത്ത്. ഈ കഴുത്തിലാണ്, മുത്തുനബിയുടെ കഴുത്തിലാണ് കിൻഡൽ കണക്ക് ഭാരമുള്ള ഒട്ടകത്തിന്റെ വെളുവെളുപ്പുള്ള, അതായത് എടുത്ത് മാറ്റാൻ പറ്റില്ല, അത്രയും സ്ലിപ്പായി പോവും. അങ്ങനത്തെ കുടൽമാല ചീഞ്ഞത് കൊണ്ടുവന്ന് എന്താന്ന് വെച്ചാൽ നബിയോടുള്ള ദേഷ്യം കൊണ്ടാണ്. നല്ലതുണ്ടായിരുന്നു അവിടെ, എന്നാലും ചീഞ്ഞത കൊണ്ടുവന്നിട്ട് കൂടുതൽ ദ്രവിച്ച ഭാരം. ഈ അടുത്ത ദിവസം വൈറലായ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു. ഖത്തറിൽ കടൽ തീരത്തോട് ചേർന്നുള്ള ഒരു മാളിൽ പാർക്ക് ചെയ്ത 2-3 കോടി രൂപ വില വരാവുന്ന ഒരു റേഞ്ച് റോവർ വാഹനത്തിന്റെ മുകളിലേക്ക് ഒരു ഭീമൻ നീരാളി കയറുന്നത് കണ്ടിരുന്നോ? ആരെങ്കിലും കണ്ടോ? ഞാൻ വിട്ടുതരാട്ടോ. ഭീമൻ നീരാളി. ഈ നീരാളി വന്ന് ഈ റേഞ്ച് റോവർ കാറിന്റെ മുകളിലേക്ക് കയറുമ്പോൾ പപ്പടം പൊടിയണം അതിനായിട്ട് ഇരുന്ന് പോവാ. കാരണം ഈ നീരാളിയുടെ ഭാരം കൊണ്ട് അത്രയും വലിയ ബുള്ളറ്റ് പ്രൂഫായ 2-3 കോടി രൂപ വില വരുന്ന ഈ വാഹനത്തിന് പോലും ആ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല എന്നാ അത് ഇരുന്നു പോയി. നിങ്ങൾ ചിത്രം അത് കണ്ടവർക്ക് അറിയാൻ പറ്റും. കണ്ടവരാരൊക്കെ ആ കൂട്ടത്തിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആരൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് പെരടി ചാർത്താന്ന് പറഞ്ഞാൽ എടുത്ത് കളഞ്ഞാൽ പോരുന്നത്. അങ്ങനെയല്ല, നമ്മൾ പശുവിന്റെ പോത്തിന്റെ ഒക്കെ കണ്ടിട്ടുള്ളൂ. ഇത് വലിയ വെയിറ്റ്, അത് ഒരെണ്ണം തന്നെ ആവണമെന്നില്ല. എന്നാലും നിസ്കാരത്തിന്റെ ഏകാഗ്രതയിൽ അത് അറിഞ്ഞതേ ഇല്ല. നിസ്കാരം ലഹരി. ആ അമല് കൊണ്ട് കിട്ടിയ കരുത്ത് ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നല്ലാഹ ലയദ്ഫഉ بالمسلم الصالح أمئة من أهل بيت من زيرانه البلاء قال رسول الله
ഒരു മൂമിനായ മനുഷ്യന്റെ നിസ്കാരം കൊണ്ട് അവന്റെ അയൽവക്കത്തെ 100 വീട്ടുകാർക്ക് പോലും കാവല ഖാല റസൂലുള്ളാഹി. നിസ്കാരം ആവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.